കൃഷിസ്ഥലത്ത് അത്തപ്പൂക്കളം പോലൊരു പൂന്തോട്ടം ഒരുക്കിയിരിക്കുകയാണ് ആലപ്പുഴയിലെ യുവ കർഷകൻ സുജിത്ത്. വ്യത്യസ്തമായ കാഴ്ച ഒരുക്കിയ ഈ കർഷകന്റെ പൂക്കൃഷി കാണാം. ആലപ്പുഴയിൽ നിന്ന് രവികുമാർ ചേരുന്നു. ഈ ഓണക്കാലത്ത് പച്ചക്കറി കൃഷിക്കിടയിൽ പൂക്കൃഷി ചെയ്യുന്നത് കർഷകരുടെ ഒരു പരമ്പരാഗത ശൈലിയാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ആലപ്പുഴയിലെ കഞ്ഞിക്കുഴിയുള്ള കർഷകൻ സുജിത്ത് ഉണ്ട്. സുജിത്ത് ഇവിടെ ഒരു വ്യത്യസ്തമായ ഒരു പൂന്തോട്ടം ഒരുക്കിയിരിക്കുകയാണ്. അതായത് അത്തപ്പൂക്കളത്തിൻ്റെ മാതൃകയിലൊരു പൂന്തോട്ടം. ഇപ്പോഴും ഒരു പുതുമ മലയാളികൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു രീതിക്ക് ചെയ്ത്. ഓണം മലയാളികൾക്ക് ഭയങ്കര ആഘോഷമാണ്, പ്രത്യേകിച്ച് കൃഷിക്കാർക്കൊക്കെ നല്ല ആഘോഷമാണ്. അപ്പോൾ പൂവും പച്ചക്കറിയും ഒരു അങ്ങനത്തെ ഒരു കൺസെപ്റ്റ്, ഇത് രണ്ടും നമുക്ക് ഓണത്തിന് പ്രധാനപ്പെട്ടതല്ല. ആ ഒരു കൺസെപ്റ്റിൽ നിന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു പൂപ്പാടം നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരുമൊക്കെ പൂക്കളം ഇടാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 4-5 ദിവസങ്ങളായി കാണും. ഞാൻ 3 മാസം മുമ്പേ ഇട്ടതിൻ്റെ റിസൾട്ടാണ് ഈ കാണുന്നത്. ഫുള്ള് റെഡിന് വേണ്ടി നമ്മൾ ചീരയും പച്ചമുളകിന് പച്ചയ്ക്ക് വേണ്ടി നമ്മൾ പച്ചമുളകാണ് പ്രധാനമായിട്ട് നട്ടത്. കൂടാതെ 15 വെറൈറ്റി പൂക്കൾ നമ്മൾ കൃഷി ചെയ്തിരിക്കുകയാണ്. എന്തായാലും ഈ പൂക്കൃഷി കാണാനും അതിൻ്റെ വിളവെടുപ്പ് ഉദ്ഘാടനത്തിനും എത്തിയിരിക്കുന്നത് മന്ത്രി പി പ്രസാദാണ്. നമുക്ക് അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിച്ചറിയാം. വെറൈറ്റി ഫാർമർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു പ്രിയപ്പെട്ട സുജിത്തിൻ്റെ പൂന്തോട്ടത്തിലാണ് ഞങ്ങളെല്ലാം നിൽക്കുന്നത്. ചെടികൾ കൊണ്ട് ഒരു അത്തപ്പൂക്കളം തീർക്കുന്നത് പോലെയാണ് ഇത്തവണ സുജിത്ത് പൂവിൻ്റെ കൃഷിയിലേക്ക് കടന്നത്. വ്യത്യസ്ത ഇനങ്ങളിലുള്ള ചെടികൾ നട്ടു വളർത്തുന്നതോടൊപ്പം അതിനെ ഒരു അത്തപ്പൂന്തോട്ടത്തിൻ്റെ മാതൃകയിലേക്ക് ആക്കി എന്നുള്ളത് സവിശേഷതയാർന്ന ഒരു പ്രത്യേകതയാണ്. ഓണത്തിൻ്റെ കാലത്താണ് പൂക്കൾ ഏറ്റവും കൂടുതലായി മലയാളി ഉപയോഗിക്കുന്നത്. ഓണം വരുന്നതിൻ്റെ വരവറിയിക്കുന്നത് തന്നെ ചെടികൾ പൂക്കുന്നതോടു കൂടിയിട്ടാണ്. സുജിത്തിൻ്റെ വ്യത്യസ്തമായ ഈ പൂന്തോട്ടം കാണാൻ, അത്തപ്പൂക്കളം പോലുള്ള പൂന്തോട്ടം കാണാൻ നിരവധി പേരാണ് ദിവസവും എത്തുന്നത്. ക്യാമറാമാൻ ബിബിലാലിനൊപ്പം രവികുമാർ, ദൂരദർശൻ ന്യൂസ്, ആലപ്പുഴ.